മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഒരു പോസ്റ്റർ നിങ്ങൾ കണ്ടില്ലേ? ഇത് 2021 LDFിന്റെ പ്രകടന പത്രികയാണ്. അതിൽ വളരെ വ്യക്തമാക്കിയിട്ട് LDF മുന്നോട്ട് വെക്കുന്നത്, അവരുടെ സർക്കാർ വരികയാണെങ്കിൽ ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ദിവസവേതനം 700 രൂപയാക്കുമെന്ന് കൃത്യമായിട്ട് LDFിന്റെ പ്രകടന പത്രികയിൽ തന്നെ അവര് മുന്നോട്ട് വെച്ചതിന് വേണ്ടിയിട്ടാണ് ഇപ്പോ സർക്കാർ വന്നു. വർഷങ്ങൾ മുന്നോട്ട് പോയി. ആശാ വർക്കർമാർ ഇപ്പോഴും 200 രൂപയും ചില്ലറ പൈസയിലുമാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഈ LDF മുന്നോട്ട് വെച്ചതിന് വേണ്ടിയിട്ട് ആശാ വർക്കർമാർ സമരത്തിലാ. സകല ആളുകൾക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ആശാ വർക്കർമാർ എന്ന് പറയുന്നതിൽ കൂടുതലും CPM അനുഭാവികളോ CPMകാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാ ഉള്ളത്. പക്ഷേ അവരും സർക്കാരിനെതിരെ സമരത്തിലാണ്. കാരണം അവർക്ക് ജീവിക്കണേ. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാ. അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്, അവരുടെ കഷ്ടത മാറാൻ വേണ്ടിയിട്ട് അവർ ന്യായമായിട്ടുള്ളൊരു സമരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് സുരേഷ് ഗോപി എത്തുന്നു. അതോടുകൂടിയിട്ട് ഇടത് കേന്ദ്രങ്ങളിൽ വലിയ വെപ്രാളാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. സുരേഷ് ഗോപി എത്തുന്നു. മഴ പെയ്യുന്ന ഒരു സമയത്താണ് അവിടേക്ക് എത്തുന്നത്. ആ സന്ദർഭത്തിൽ വലിച്ചു കെട്ടിയിരുന്ന വായ ടാർപോളിനൊക്കെ തന്നെ വലിച്ച് ഈ സർക്കാർ സംവിധാനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ സുരേഷ് ഗോപി സ്ത്രീകൾക്ക് റെയിൻകോട്ട് വിതരണം ചെയ്തു. അവിടെ ആ ഒരു മഴ കൊള്ളാതിരിക്കാൻ പരമാവധി ആളുകൾക്ക് റെയിൻകോട്ട് കൊടുത്തു. ഈ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് ഇടത് നേതാവ്, അതായത് INTUCയുടെ പ്രധാനപ്പെട്ട KN ഗോപിനാഥ് എന്ന നേതാവ് പ്രസംഗിക്കുക, കുട കൊടുത്തതിനൊപ്പോ ഉമ്മ കൊടുത്തോ എന്ന്. എത്ര ഉളുപ്പില്ലാത്ത ആളുകൾക്കാണ് ഇത്തരത്തിലൊക്കെ ചോദിക്കാൻ സാധിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര നിലവാരമില്ലാത്ത ഒരു വ്യക്തിക്കാണ് അത്തരം ഒരു ചോദ്യം ഉന്നയിക്കാൻ സാധിക്കുക? ഇത് കേവലം ആശാ വർക്കർമാരെ മാത്രമാണോ അപമാനിച്ചത്? ഒരിക്കലുമല്ല. ഇത് കേരളത്തിലെ സകല സ്ത്രീകളെയുമാണ് അപമാനിച്ചത്. സകലരും മനസ്സിലാക്കണം, സുരേഷ് ഗോപി ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സുരേഷ് ഗോപി ചാരിറ്റി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം സകല ആളുകളെ കൂടിയിട്ടല്ലേ ഈ അപമാനിച്ചിട്ടുള്ളത്? ഇത്രയും നിലവാരമില്ലാതെ LDF തന്നെ മുന്നോട്ട് വെച്ചൊരു കൃത്യമായൊരു ദിവസവേതനം അവരുടെ സർക്കാർ വന്നിട്ടും കൊടുക്കാതായപ്പോൾ ആശാ വർക്കർമാർ സമരത്തിനിറങ്ങുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ഇതിനെ അപമാനിക്കാനും അതിനെ തോന്നിയത് വിളിച്ചു പറയാനാ കീടം എന്നൊക്കെ പറയുന്ന മറ്റൊരു നേതാവ്. എന്തൊരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ആ നേതാവ് തന്നെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു ഇതിനു മുമ്പ് സ്ത്രീകൾ പരാതിയൊക്കെ കൊടുത്തു എന്ന്. ഈ സുരേഷ് ഗോപിക്ക് പിന്നാലെ പോയിട്ട് ഇടത് കേന്ദ്രങ്ങളും നമ്മുടെ കേരളത്തിലെ ജിഹാദി കേന്ദ്രങ്ങളും ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലേ? ഈ ഒരു സ്ത്രീയെ കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ കാതും കണ്ണുമായിട്ട് മുന്നോട്ട് പോകുന്ന സകല ചാനലുകാർ നിൽക്കുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിലെ ഒരു സ്ത്രീയെ സുരേഷ് ഗോപി അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുക്കുന്നു. ഏതേ സകല ക്യാമറകളും നിൽക്കുന്നതിന്റെ മുമ്പിൽ വെച്ചിട്ട് സുരേഷ് ഗോപി അപമാനിക്കാൻ ശ്രമിച്ചു. അത്തരം ഒരു പരാതി കൊടുക്കുന്നു. മൗദൂദികൾ രാവന്തിയോളം പണിയെടുക്കുന്നു സുരേഷ് ഗോപിക്കെതിരെ. അതിനൊപ്പം തന്നെ ഇടത് കേന്ദ്രങ്ങൾ, കോൺഗ്രസ് കേന്ദ്രങ്ങൾ, UDFും LDFും കഠിനമായ പ്രയത്നം നടത്തി സുരേഷ് ഗോപിക്കെതിരെ. ഒക്കെ കൂടി ലാസ്റ്റ് റിസൾട്ട് എന്താ വന്നത്? സുരേഷ് ഗോപിയുടെ വിജയമായിരുന്നു. അതും 3/4 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തില് ജനങ്ങൾ വോട്ടങ്ങ് ചെയ്ത് വിജയിപ്പിച്ചു. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി അങ്ങനെ ജയിച്ചത്? സാധാരണക്കാർക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിലേക്ക് എത്തി. അതേപോലെ തന്നെ ആശാ വർക്കർമാരുടെ സമരത്തിലേക്ക്, അവരുടെ ന്യായമായ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ സമരത്തിലേക്കും സുരേഷ് ഗോപി എത്തുന്നു. വലിയ രീതിയിൽ സുരേഷ് ഗോപിക്ക് ജനസ്വാധീനം വലിയ രീതിയിൽ ഇപ്പോ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആശാ വർക്കർമാർക്കൊക്കെ വലിയ സന്തോഷം. സുരേഷ് ഗോപി അവിടെ എത്തിയ സമയത്ത് നമ്മൾ ആ വീഡിയോകളൊക്കെ തന്നെ കണ്ടു. വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സുരേഷ് ഗോപി അവര് സ്വീകരിച്ചിട്ടുള്ളത്. വെറുതെ ഒന്നല്ല. കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സുരേഷ് ഗോപി ഇടപെട്ടു. ഇന്ന് ED ഇരകൾക്ക് പണം തിരികെ കൊടുക്കുന്നൊരു നടപടിക്രമങ്ങളിലേക്ക് എത്തി. ഇതൊക്കെ കേരളത്തിന്റെ ജനത കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ ആശാ വർക്കർമാരുടെ ഇടയിലേക്ക്, ആശാ വർക്കർമാരുടെ സമരത്തിലേക്ക് സുരേഷ് ഗോപി എത്തിയതോട് കൂടിയിട്ട് ആശാ വർക്കർമാർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇടത് കേന്ദ്രങ്ങളില് വലിയ വെപ്രാളവും. ഈ സന്ദർഭത്തിൽ നമ്മളൊക്കെ തിരിച്ചറിയേണ്ട മറ്റൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ട്. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിന്റെ
തൊഴിലാളി സംഘടന INTUC ഔദ്യോഗികമായിട്ട് എന്തുകൊണ്ടാണ് സമരത്തിന് ഐക്യദാർഢ്യമായിട്ട് രംഗത്ത് വരാത്തത്? ഭാരതീയ ജനതാ പാർട്ടിയും അതിന്റെ സംവിധാനങ്ങളും കൃത്യമായിട്ട് ഐക്യദാർഢ്യം അർപ്പിക്കുന്നുണ്ട്. ഇത് കേരളത്തിന്റെ ഒരു പൊതുവിഷയ. ഈ ആശാ വർക്കർമാരുടെ ഈ സമരം എന്ന് പറയുന്നത് ആ രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. സകലരും മനസ്സിലാക്കണം, ഈ ആശാ വർക്കർമാർ എന്താണ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തില്. നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ മുന്നണി പോരാളികളാണ് ഈ ആശാ വർക്കർമാര്. അവരാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തിയിട്ട് കൃത്യമായിട്ട് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഓരോ കണക്കുകളും എടുക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടന ഔദ്യോഗികമായിട്ട് രംഗത്ത് വരാത്തത്, സമരത്തിന് വരാത്തത്? ഈ ആശാ വർക്കർമാർക്കൊപ്പം ആരൊക്കെ നിൽക്കുന്നു നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കേണ്ടതാണ്. സുരേഷ് ഗോപി കൃത്യമായിട്ട് എത്തി. ഒരു സ്ത്രീയെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് തൃശ്ശൂര് സുരേഷ് ഗോപി അങ്ങ് എടുത്തു. ഇനി കേരളവും സുരേഷ് ഗോപി എടുക്കുന്നതിലേക്കാണോ ഇടതുപക്ഷം തന്നെ എത്തിക്കുന്നത്? സകല ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒരു പ്രസ്താവനയോട് കൂടിയിട്ട് സുരേഷ് ഗോപി ആ സമരപ്പന്തലിലേക്ക് എത്തി എന്നുള്ളതും ആ സമരപ്പന്തലിന് കൃത്യമായിട്ട് പിന്തുണ കൊടുത്തു എന്നോ ആ സമരത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഡൽഹിക്ക് തിരിക്കുന്നുണ്ട് എന്നുള്ളതും ഇന്ന് കേരളത്തിൽ ആരാണ് അറിയാത്തതുള്ളത്? അത് അറിയിച്ചിട്ടുള്ളത് ആരാ? ഇടതുപക്ഷത്തിന്റെ ഈ KN ഗോപിനാഥ് എന്ന നേതാവ് തന്നെയല്ലേ. ഈ ഗോപിനാഥ് കരുതുന്നത് ഇപ്പോഴും അത് വലിയ സംഭവമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് ഒരു കോള് പോയിട്ടുണ്ടായിരുന്നു, ഈ ഗോപിനാഥിനെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഗോപിനാഥ് പറയാ, ഞാൻ ആ പറഞ്ഞതിൽ അടിയുറച്ചു നിൽക്കുന്നു, ഒരു മാറ്റവും ഇല്ല എന്ന്. ഗോപിനാഥും കൂട്ടർ ഇപ്പം കരുതുന്നത് അത് വലിയ സംഭവമായിരുന്ന. യഥാർത്ഥത്തില് കേരളത്തിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് സുരേഷ് ഗോപി ആ സമരത്തിലേക്ക് എത്തി. അതായത് നമ്മുടെ കേരളത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ജനതയുടെ അടുത്തേക്ക് സുരേഷ് ഗോപി ഓടിയെത്തും എന്നുള്ളൊരു സന്ദേശം കേരളത്തിൽ ഉടനീളം ഇപ്പോ ചർച്ചയായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ പല സമയങ്ങളിലും ഇടതുപക്ഷത്തിന്റെ നേതാക്കള്, സർക്കാരുമായി ബന്ധപ്പെട്ട നേതാക്കന്മാര് നിരന്തരം വിളിച്ചു പറയുന്നുണ്ട്, ഇതൊക്കെ ഈ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതാണ്, കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കിട്ടാനിട്ടാന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, LDF പ്രകടന പത്രികയിൽ ഇതൊക്കെ എഴുതി ചേർക്കുമ്പോ ദിവസക്കൂലി 700 രൂപയാക്കുമെന്നൊക്കെ പറയുന്ന സമയത്ത് കേന്ദ്രം സഹായിച്ചിട്ട് ചെയ്യുമെന്ന് കരുതിയിട്ടാണോ പ്രകടന പത്രികയിലൊക്കെ 700 രൂപ ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞത്? ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ. ഇതുമായി ബന്ധപ്പെട്ട് ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട് ദിവസവേതനത്തിന്റെ വിഷയത്തില് നമ്മുടെ കേരളത്തിലെ ഒരു MP തന്നെ കേന്ദ്രത്തോട് ചോദിച്ചതിന് കേന്ദ്രം കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള ഉത്തരം എന്താ? ആരോഗ്യ വകുപ്പ്, അതായത് പബ്ലിക് ഹെൽത്ത്, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ്. സ്റ്റേറ്റ് ആണ് അതിന്റെ അടിസ്ഥാന വേതനം, അതിന്റെ കൃത്യമായിട്ടുള്ള വേതനങ്ങളൊക്കെ നിശ്ചയിക്കേണ്ടത്. ലളിതമാണ് ഈ വിഷയം മനസ്സിലാക്കാന്. നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലേക്കാൾ കൂടുതൽ വേതനം കൊടുക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക. കേരള സർക്കാരിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് ആ വേതനം കൂട്ടുക എന്ന് പറയുന്നത്. LDFന്റെ പ്രകടന പത്രികയിൽ കൃത്യമായിട്ട് ആശാ വർക്കർമാർക്ക് 700 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉളുപ്പുണ്ടെങ്കിൽ ആ പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതല്ലേ ഏതൊരാളും ചെയ്യുക. അതേപോലെ തന്നെയല്ലേ LDFും മുന്നോട്ട് പോവേണ്ടത്. ഏതായാലും സുരേഷ് ഗോപിക്കെതിരെ തോന്നിയതുപോലെ ഒരു പ്രസ്താവന ഇറക്കിയതോട് കൂടിയിട്ട് സുരേഷ് ഗോപി ആ സമരത്തിന് എത്തിയെന്നും കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ആ സമരത്തിന് പിന്തുണക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം, കേരളത്തിലെ എല്ലാ ആളുകളും ആ വിഷയം അറിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തില് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ KN ഗോപിനാഥിനോട് നന്ദി പറയണം. അതാണ് യാഥാർത്ഥ്യം. ആ ഗോപിനാഥ് കാരണം അവരുടെ അവസ്ഥ എന്താണ് എന്നും അതേപോലെ തന്നെ സുരേഷ് ഗോപി ഇതിൽ പങ്കെടുത്തു എന്നും സകല ആളുകൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.